വത്സൻ തില്ലങ്കേരി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ വത്സൻ തില്ലങ്കേരി, പൂരപ്രേമികൾ, ആഘോഷ കമ്മിറ്റികൾ, ദേവസ്വങ്ങളൊക്കെയും വലിയ ആശങ്കയിലാണ്. ഈ പൂരത്തിനുമേൽ ഇങ്ങനെ പിടിമുറുക്കുന്ന നിയന്ത്രണങ്ങൾ വരുന്നതിൽ വലിയ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ ഇടപെടണം എന്നാണ് ആവശ്യം. എന്താണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം? സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് പൂരപ്രേമികളുടെയും ക്ഷേത്രവിശ്വാസികളുടെയും ഹൈന്ദവ വിശ്വാസികളുടെയും എല്ലാവരുടെയും ആശങ്ക അകറ്റേണ്ടതുണ്ട്. പൂരമെടുക്കുന്ന സമയത്ത്, ക്ഷേത്രോത്സവങ്ങൾ ആരംഭിക്കുന്ന സമയത്ത്, ഈ ഉത്തരായണകാലം ആരംഭിക്കുന്ന സമയത്ത് തന്നെ വളരെ ആസൂത്രിതമായി ക്ഷേത്രോത്സവങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും എല്ലാം തകർക്കാൻ വളരെ വ്യാപകമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ചിലര് നിയമവഴിയാണ് അതിൽ തേടുന്നത്. നിയമവഴി എന്ന് പറയുന്ന സമയത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിദേശ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹി എന്ന നിലക്ക് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ചില NGOകൾ അവര് വളരെ വ്യാപകമായി നമ്മളെ ഈ പൂരത്തിനെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും അതിന്റെ പൊലിമയും കുറക്കുന്നതിന് വേണ്ടിയും വളരെ ആസൂത്രമായ ശ്രമങ്ങൾ കുറച്ചാലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവര് ഹൈക്കോടതിയിൽ ഇത്തരം ഉത്സവങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് അവര് ഹർജികൾ നൽകുകയാണ്. ആ ഹർജികൾ അതിന്റെ അടിയന്തരമായി അത് കേൾക്കുകയും അത് കേട്ട് ഹർജിക്കാരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചുള്ള വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരു ബെഞ്ചുണ്ട്. അത് മൃഗസ്നേഹികളുടെ അല്ലെങ്കിൽ ഇതുപോലെ കാട്ടാനകളുടെ അതുപോലെ മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ അവയ്ക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു ബെഞ്ചാണ്. ആ ബെഞ്ച് അത് അത്തരം ഒരു സമീപനം സ്വാഗതാർഹമാണ്. പക്ഷെ പലപ്പോഴും ഈ ഇവിടെ വരുന്ന ഹർജികളിൽ നമ്മുടെ ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും അതിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത് എന്ന ഒരു പരിഗണനയില്ലാതെ ഉള്ള പല വിധികളും അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വളരെ ഖേദകരമായ കാര്യവും കൂടി ഇതിലുണ്ട്. ഇപ്പോ നാട്ടാന പരിപാലന ചട്ടവും അതുപോലെ നിരവധി ചട്ടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ 2007 ശേഷം നാട്ടാനകൾ കേരളത്തിലേക്ക് വന്നിട്ടേ ഇല്ല. അതായത് 10-17 കൊല്ലമായിട്ട് ഒരു നാട്ടാനയും കേരളത്തിലേക്ക് വന്നിട്ടില്ല. നേരത്തെ ഉള്ള പ്രായമുള്ള ആനകളെ ഉപയോഗിച്ചാണ് ഇപ്പോ ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോ ഭക്തജനങ്ങളുടെയൊക്കെ നിരന്തരമായ നിവേദനങ്ങളെ തുടർന്നും സമ്മർദ്ദങ്ങളെ തുടർന്നും കേന്ദ്ര ഗവൺമെന്റ് അതിൽ ചില ഇളവുകളൊക്കെ വരുത്താൻ തയ്യാറായെങ്കിലും കേരള ഹൈക്കോടതി ഈ ഒരു ഇളവുകൾക്ക് അനുസൃതമല്ലാത്ത രീതിയിലുള്ള വിധികളാണ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം. ഏതായാലും ഇപ്പോ വന്നിട്ടുള്ള വിധി അനുസരിച്ച് കേരളത്തിൽ എവിടെയാണ്, ഏത് ക്ഷേത്രത്തിലാണ് ഉത്സവങ്ങൾ നടത്താൻ സാധിക്കുക? നമ്മുടെ ഒരു പൊതുവായ ഒരു കേരളത്തിന്റെ അഭിമാനമല്ലേ തൃശ്ശൂർ പൂരം പോലെയുള്ള ആഘോഷങ്ങളും അതൊക്കെ. കേരളത്തിലേക്ക് വിദേശികളുടെയും ലോകത്തിന്റെ ആകെ ശ്രദ്ധ തിരിയുന്നത് ഇത്തരം ചില ഒരുമയുടെയും അതുപോലെ തന്നെ കൂട്ടായ്മകളുടെയും പൂരം പോലുള്ള അനന്യ സദൃശമായ ഒരു ആചാരവിശേഷങ്ങളുടെയും എല്ലാം മേലെയല്ലേ വിദേശത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ നമ്മളിലേക്ക് ആകൃഷ്ടരാകുന്നത്, നമ്മുടെ ഇവിടത്തേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നത്, സഞ്ചാരികൾ ധാരാളമായി വരുന്നത്. അതൊന്നും കാണാതെ ചില ആളുകളുടെ സങ്കുചിതമായ നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ പല നിലപാടുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ എത്രയോ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഇത്തരം ആഘോഷങ്ങളും അതുപോലെ തന്നെ ആനയെ ഒന്നും അവിടെ കൊണ്ടുപോകുന്ന പീഡിപ്പിക്കാനല്ല, ആനയെ ഉത്സവത്തിലൊക്കെ കൊണ്ടുപോകുന്നത് ആദരിക്കാൻ വേണ്ടിയാണ്. പാനയൂട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ മാതങ്കലിക എഴുതിയ നാടാണിത്. അപ്പോ ആനയ്ക്ക് അതുപോലെ തന്നെ അതിന്റെ ഗരിമയ്ക്ക് അതിനൊക്കെ പ്രാധാന്യം നൽകുന്ന, ഈശ്വര തുല്യമായി അതിനെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഗുരുവായൂർ കേശവൻ എന്ന് പേരിട്ട് ഗുരുവായൂരപ്പനെ പോലെ തന്നെ ആനയെ സ്നേഹിച്ച നാടാണ് നമ്മുടെ നാട്. അങ്ങനെ നിരവധി ഉണ്ട്. ഓരോ പ്രദേശത്തെയും ആളുകൾ അവിടുത്തെ ആനകളെ അവരുടെ ദൈവത്തെ പോലെയാണ് കാണുന്നത്, അങ്ങനെയാണ് ആദരിക്കുന്നത്, അങ്ങനെയാണ് ബഹുമാനിക്കുന്നത്. അല്ലാതെ അവിടെ പീഡനങ്ങൾ നടക്കുന്നത് ഇതൊന്നും കാണാതെ ഏകപക്ഷീയമായ ഒറ്റ കണ്ണോടുകൂടിയാണ് പലപ്പോഴും വിധിന്യായങ്ങൾ ഉണ്ടാകുന്നതും
അതുപോലെ തന്നെ സർക്കാരിന്റെ ഉത്തരവുകൾ ഉണ്ടാകുന്നതും ഇവിടെ ഒരു വനം വകുപ്പുണ്ട്. ആ വനവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരും ഈ NGOകളുടെ ആളുകളും തമ്മിലും നിയമരംഗത്തെ ചില ആളുകളും തമ്മിലുള്ള ശരിയല്ലാത്ത ചില ബന്ധങ്ങൾ പോലും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാണ്. ഇതിലൊക്കെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന ശ്രീ വത്സൻ തില്ലങ്കേരി, ഈ സർക്കാർ ഇടപെടണമെന്നാണ് ആഘോഷ കമ്മിറ്റികളുടെയും പൂരപ്രേമികളുടെയും ഒക്കെ ആവശ്യം. സർക്കാർ ഇടപെടുമെന്നും നിയമനിർമ്മാണം ഉണ്ടാക്കുമെന്നും കരുതുന്നുണ്ടോ? അല്ല, ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇതിനൊക്കെ നിലനിർത്താൻ ഭക്തജനങ്ങൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? സർക്കാരിനല്ലാതെ. ദേവസ്വം ബോർഡുകളാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണം സർക്കാരിനാണ്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പൂരം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്സവങ്ങളും നടത്തേണ്ട ചുമതല, നടത്തിക്കൊടുക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. അതിനെന്തുകൊണ്ടാണ് കുറവ് വരുന്നത്? എന്താണ് അതിന്റെ പ്രശ്നം? അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ടോ? ആ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതുണ്ട്. അതും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ജനങ്ങൾ, ഭക്തജനങ്ങൾ, വിശ്വാസികൾ അതിൽ ഉത്തരവാദികളല്ല. അപ്പൊ അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെല്ലാം യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ആവശ്യമായ പരിഹാരം ഉണ്ടാക്കുക, അടിയന്തരമായ നടപടി ഉണ്ടാവുക, ഭേദഗതികൾ നിയമങ്ങളിൽ വരുത്തേണ്ടതാണ്. ഭേദഗതികൾ വരുത്തുക എന്നതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഈ നീതിപീഠങ്ങളൊക്കെ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടൊക്കെയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെമ്പാടും നേരം പുലർന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ ഒരു ടൗണിലൂടെ പോകുന്ന സമയത്ത് നോക്കുന്നിടത്തെല്ലാം മൃഗങ്ങളെ അറുത്ത് കെട്ടി തൂക്കി ചോര ഇട്ടിട്ട് കാണുകയാണ്. ലൈസൻസോടുകൂടിയും ലൈസൻസ് ഇല്ലാത്തതാണ് വളരെ കൂടുതൽ. അങ്ങനെയുള്ള അറവുശാലകൾ ഇവിടെയുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് എണ്ണമുണ്ട്. അതിനെതിരായിട്ടും ഒരു നടപടി, ആ മൃഗ പീഡനത്തിനെതിരെയും ഈ ആ മൃഗങ്ങളെ കൊല്ലുന്നതിനെതിരെയും കൊല്ലാക്കൊല ചെയ്യുന്നതിനെതിരെയും ഇങ്ങനെ അറപ്പുളവാക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ടും ഇവിടെ ആരും ഒന്നും ശബ്ദിക്കുന്നില്ലല്ലോ. അപ്പോ ഇത്തരം കാര്യം, മൃഗസ്നേഹം എന്ന് പറയുന്നത് ആനയോടുള്ള സ്നേഹം മാത്രമാണോ? ആനയെ തന്നെ സ്നേഹിക്കുന്ന ജനതയോടാണോ ഇത്തരം നിയമപരമായ അടിച്ചേൽപ്പിക്കലുകൾ വേണ്ടത് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? പല ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് മൃഗബലിയുണ്ട് ഇവിടെ. ലക്ഷക്കണക്കിന് മൃഗങ്ങളെ ഒറ്റ ദിവസം തന്നെ കൊല്ലുന്നുണ്ട്, ആഘോഷമായിട്ട് കൊല്ലുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ആർക്കും, ഈ മൃഗസ്നേഹികൾക്കൊന്നും ഒന്നും പറയാനില്ലല്ലോ. അവരതിനെ കുറിച്ച് പ്രതികരിക്കുന്നല്ലോ. അപ്പൊ ഈ മെക്കിട്ടുകാരിലൊക്കെ, കുതിരകാരിലൊക്കെ ഹിന്ദു വിശ്വാസങ്ങൾക്കും ക്ഷേത്ര വിശ്വാസങ്ങൾക്കും നേരെയാവുന്നതിന് പുറകിൽ ദുഷ്ടലാക്കുകളില്ലേ? അതിന് പുറകിൽ താല്പര്യങ്ങളില്ലേ? ഉത്സവ നടത്തിപ്പുകളിലെ, പൂരം നടത്തിപ്പിലെ ഒക്കെ നിയന്ത്രണം, അതിൽ ആശങ്കയിലാണ് ഉത്സവാഘോഷ കമ്മിറ്റികൾ, പൂരപ്രേമികൾ ഒക്കെയും. സർക്കാർ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ. പ്രതികരിക്കുകയായിരുന്നു ശ്രീ വത്സൻ തില്ലങ്കേരി.